പലർക്കും വരുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ ഇല്ലാതാക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മനോഹരമായിട്ട് തന്നെ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. സാധാരണ വരുന്ന തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കി തെറ്റില്ലാത്ത രൂപത്തിൽ കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്യാനുള്ളവർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് ഉള്ള ശുദ്ധിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിലേക്ക് തന്നെ നോക്കുക. ഇല്ലാത്ത ആളുകൾ സ്ക്രീനിലേക്ക് നോക്കുകയും ചെയ്യുക. ക്ലാസ് കേൾക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ സ്ക്രീനിലേക്ക് നോക്കണതിന് കുഴപ്പമില്ല. നമ്മൾ ഓതുന്ന സമയത്ത് ഖുർആൻ എപ്പോഴും മറിച്ചിരിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را تلك آيات الكتاب تلك آيات الكتاب المبين إنا أنزلناه قرآنا عربيا لعلكم تعقلون إني شربك نحن نقص عليك അഹ്സന. ഇങ്ങനെയൊക്കെ പല നിലക്കും ആളുകൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നീട്ടിപ്പോകുന്നുണ്ട്. സാധാരണ നീട്ടാനുള്ള സ്ഥലങ്ങളിൽ സാധാരണ നീട്ടൽ മാത്രം നീട്ടിയാൽ മതി. ഈ മദ്ദുകൾ വരുന്ന സ്ഥലം ഏതടിയാണ്? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. നീട്ടേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ നീട്ടുക. അപ്പം നമുക്ക് ഒരു വാക്ക് ഓതിയിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വാക്ക് കിട്ടുന്നവരെ എങ്ങനെ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെ നീട്ടലെന്നിപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന അൻസൽനാഹു ഖുർആൻ, അവിടൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമില്ലാതെ ഇങ്ങനെ നീട്ടണം. എന്തിനാ വെച്ചാൽ വേറെ ഒന്നിനല്ല, അടുത്ത വാക്ക് കിട്ടാത്തതുകൊണ്ട് അതിങ്ങനെ കിട്ടുന്നവരെ എങ്ങനെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ നീട്ടിയിട്ട് പോവാം. അങ്ങനെ നമ്മൾ എല്ലാവരും നീട്ടുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, ആവശ്യമില്ലാതെ നീട്ടുന്നതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ അടുത്ത വാക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ മെല്ലെ ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് അടുത്തിങ്ങനെ പോവാം. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. കിട്ടുന്നില്ല എങ്കിൽ അവിടെ നിർത്തുക, എന്നിട്ട് കിട്ടിയിട്ട് ഓതിയാൽ മതി. അപ്പോൾ ആവശ്യമില്ലാത്ത നീട്ടലുകൾ പരമാവധി ഒഴിവാക്കുക. നീട്ടുക എന്ന് പറഞ്ഞാൽ മദ്ദുള്ള സ്ഥലങ്ങൾ, മദ് കഴിഞ്ഞ ദിവസം മദ് പ്രത്യേകമായിട്ട് മദ് ആരിലും മദ് ലീനും നമ്മൾ പറഞ്ഞു ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ. നമ്മളെ ക്ലാസ് 113ാമത്തെ ക്ലാസ്സാണ്. ആവശ്യമുള്ളവരൊക്കെ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ, തുടക്കം മുതൽ തന്നെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകൾ ഒക്കെ ഉണ്ട്. ആവശ്യക്കാർ പ്രത്യേകിച്ച് മുതിർന്ന പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ നോക്കിയാൽ സെർച്ച് ചെയ്താൽ കിട്ടൂല, നമ്മളെ ചാനൽ നോക്കിയാൽ ചിലപ്പം കിട്ടൂല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് നീട്ടൽ ഒഴിവാക്കുക. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. ഇന്ന അൻസൽനാഹു ഖുർആന. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്തുള്ളടത്ത് നിർത്തേണ്ട എങ്ങനെ? ഖുർആന. ഖുർആന എന്നല്ല, ഖുർആന. തൻവീൻ ഫത്തുള്ളടത്ത് എങ്ങനെയാണ് നിർത്തേണ്ടത്? ഖുർആനൻ അറബിയ്യ. അവിടെ എന്ത് ചെയ്യുക, കൂടുതൽ നീട്ടുക. ഖുർആന അത് പറ്റൂല, കാരണം ഒറ്റ അലിഫുള്ളൂ, സാധാരണ അലിഫാണ്. ആ അലിഫിന് സാധാരണ ഫത്ഹ് കൊടുത്താൽ ബ അത് മതി, ഇതിൻ്റെ അപ്പുറം നീട്ടാൻ പറ്റൂല. ബ ബ യ എന്നുള്ളത് നീട്ടിയിട്ടില്ല. അപ്പോൾ ഒരു നീട്ടല്, അതാണ് നീട്ടല്.
അപ്പോൾ അവിടെ ഇന്നാ അൻസൽനാഹു നാഹു നഹു എന്നല്ല നാഹു, അവിടെ കൂടുതൽ നീട്ടാൻ പറ്റില്ല. അൻസൽനാഹു എന്ന് പറഞ്ഞ് നീട്ടാൻ പറ്റില്ല. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളെ നീട്ടൽ നമ്മൾ ഒഴിവാക്കണം. സാധാരണ അലിഫ് യാ വാവ് ഇത് വരുന്നത് സാധാരണ ഒരു ചെറിയ ഒരു നീട്ടൽ മാത്രം മതി, ഇതിനപ്പുറം പറ്റൂല. നീട്ടാതിരിക്കാനും പറ്റൂല. നഹു പറ്റൂല, അൻസൽ നഹു പറ്റൂല. കൂടുതൽ നീട്ടാനുള്ള സ്ഥലങ്ങൾ മദ് ആരില് മദ് ലീന്, അത് പിന്നെ അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ബാക്കിയുള്ള പ്രധാനമായും ഈ ഒരു മദ് ഇതാകടിയ അലിഫ് ലാം റോ റോ വായിക്കേണ്ട രൂപങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അലിഫ് രണ്ടാമത്തെ അക്ഷരം, ലാം മൂന്നാമത്തെ അക്ഷരം, റോ റോ എന്ന് പറയില്ല, റോ നീട്ടാനുള്ള റോ മതി. റോ എന്ന് പറയുന്നത് അലിഫ് ലാം മീമണ് കേൾക്കണം. ലാം അലിഫ് ലാം റോ പറ്റൂല, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണിത്. അതുകൊണ്ടാണ് അതിന് മുകളിൽ മദ്ദിന്റെ ചിഹ്നമുള്ളത്. മദ് ലാസിമാണ്. അലിഫ് ലാം റോ. യാസീനൊക്കെ ഓതുമ്പോൾ നമ്മൾ പറയുമ്പോൾ യാസീൻ എന്ന് പറയുമെങ്കിലും ഓതുമ്പോൾ യാസീൻ ആ നീട്ടൽ നിർബന്ധമായിട്ട് നീട്ടണം. നിർബന്ധമായിട്ട് അത്ര തന്നെ നീട്ടണം. ഒന്ന് നീട്ടി നോക്കി. ഒരു 5 വട്ടം പറഞ്ഞാൽ പോരാ. കാരണം നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം യാസീൻ ഓതിയിട്ടുണ്ട്, മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഓതിയിട്ടുണ്ട്. ആ ഓതുമ്പോഴൊക്കെ നമ്മൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഈ രൂപത്തിലാണ് ഓതി പോകാറുള്ളത്. അത് മാറ്റം വരുത്താൻ തന്നെ വേണം. അത് മാറ്റം വരുത്താനെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അത് കാരണം എത്രയോ പ്രാവശ്യം കണക്കില്ലാതെ ഓതിയ സുഹൃത്തായത് കൊണ്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തറച്ചു യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇങ്ങനെ തറച്ചു പോയിട്ടുണ്ട്. അതൊരു മാറ്റം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മുതൽ മാറ്റം വരുത്തണം. കാരണം യാൻ്റെ അവിടെ സാധാരണ വരുന്നിട്ടില്ല. യാ സീൻ യാസീൻ അത് ഓതിയിട്ട് അടുത്ത് ഓതിയാൽ ഇല്ലെങ്കിൽ ഓതണ്ട. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സ്പീഡിലായിട്ട് ഓതി പോകുന്നത്. നമുക്ക് സമയമുണ്ട്, സമയം ഉണ്ടായാലും ഇല്ലെങ്കിലും കുറഞ്ഞ് നമ്മളിപ്പോൾ ഓതുന്നത് ഫുള്ളായിട്ട് ഓതുക എന്നുള്ളതല്ല. എപ്പോഴും പറയുന്ന പോലെ എത്രയാണോ ഓതാൻ സമയമുള്ളത് അത്ര ഓതിയാൽ മതി. നമുക്ക് 10 മിനിറ്റ് സമയമുള്ളൂ. ഉള്ളത് എന്ത് ചെയ്യുക, തെറ്റില്ലാതെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ഒറ്റ പേജായാലും വേണ്ടില്ല, ഒറ്റ വരി ആയാലും വേണ്ടില്ല. ഒരു വരി ഓതാൻ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ഓതാൻ ഒരുപാട് സമയമെടുക്കും. കാരണം നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടാണ് ഓതുന്നതെങ്കിൽ ഒരു വരി 10 മിനിറ്റ് എടുക്കുമെങ്കിൽ ആ 10 വരി മതി. അല്ല, ആ 10 മിനിറ്റ് ഒറ്റ വരി മതി. നേരെ മറിച്ച് നമ്മൾ 10 പേജ് ഓതി 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 വരി ഓതി നമ്മൾ എന്ത് ചെയ്യാണ്, തീർക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഓതിയാൽ അതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അറിഞ്ഞിട്ടും പിന്നെ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ വലിയ വീഴ്ചയാണ് നമ്മൾ വരുത്തുന്നത്. കാരണം നമുക്ക് അറിഞ്ഞിട്ട് മനഃപൂർവ്വം അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക. എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. പടച്ചോനെ, ഞാൻ ചെയ്തിട്ടുണ്ട്, കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, ഇനി സ്വീകരിക്കണേ. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അള്ളാഹു താല പുറത്തു തരും. നമ്മളെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു താല നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അത് നമ്മൾ വളരെ നല്ലോണം ശ്രദ്ധിക്കണം. ഇനിയൊരു അപ്പം എന്ത് നമ്മളെ ക്ലാസ് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഓതി, ഇനിയും ഓതാൻ വേണ്ടി പോവാണ്. ഇനി അവസാനം ഒന്നുകൂടി ഓതും. അപ്പം മദ്ദുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ നീട്ടരുത്. എന്നാൽ ഇവിടെ ഇപ്പോൾ അലിഫ് ലാം റോ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇവിടെ നീട്ടേണ്ട സ്ഥലമാണ് അല്ലേ?
നമ്മളിപ്പോൾ ഇത്ര നീട്ടി മദ് ആരിൽ അല്ലേ? മദ് ആരിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അവസാനം നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മുബീ അവിടെ യാ ആണ് വന്നിട്ടുള്ളത്. മുബീൻ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം അത് അലിഫാകാം, യാ ആകാം, വാവാകാം. ആ നീട്ടുന്ന സമയത്ത് അവിടെ ആ നിർത്തുന്ന സമയത്ത് അവിടെ ഒരു നീട്ടൽ വരും. അത് മദ് ആരിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നീട്ടുന്നതിന് കുഴപ്പമില്ല. അവിടെ മുബീൻ പറ്റൂല, ഒന്നുകൂടി നീട്ടുക. മുബീൻ ഇനി കുറച്ചും കൂടി നീട്ടിയാലും കുഴപ്പമില്ല. അത് പിന്നെ നീട്ടുമ്പോൾ എന്ത് ചെയ്യുക, എല്ലായിടത്തും ഒരേപോലെ നീട്ടുക. മുബീൻ ഒന്നുകൂടി കുറച്ച് നീട്ടിയാലേ എന്തുണ്ടാവുള്ളൂ, ഒന്നുകൂടി നമുക്ക് ഓത്തിന് ഒരു രസം ഉണ്ടാവുള്ളൂ, ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ സാവകാശം എന്ത് ചെയ്യുക, പരമാവധി സാവകാശം ഓതുക. അലിഫ് ലാം റാ, അലിഫ് ലാം റാ, അലിഫ് ലാം റാ. ഇതൊക്കെ ഞാൻ ഓതുമ്പം കൂടെ ഇങ്ങനെ ഓതിപ്പോണം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ മണിക്ക എന്നിട്ട് നീട്ടുക. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. نحن نقص عليك أحسن القصص بما أوحينا. അവിടെ മദ്ദുണ്ടല്ലോ അല്ലേ? പിന്നെ അവിടെ നിർത്തുകയാണെങ്കിൽ, സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ബിമാ ഔഹൈനാ നീട്ടാൻ പാടില്ല. സാധാരണ ഒരു അരിഫുള്ളത് പോലെ നീട്ടിയാൽ മതി. അവിടെ നിർത്തുന്നില്ല എങ്കിൽ കൂടുതൽ നീട്ടേണ്ടി വരും. നിർത്തിയാൽ പിന്നെ അവിടെ പോയി. ഔഹൈനാ ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആന വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. നായ എന്നാണ് നിർത്തുമ്പം ആ നൂന് അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുക്കണം, തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. ലീൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. കൂടെ ഓതുന്നുണ്ടല്ലേ? ഇദ് ഖാല യൂസുഫു ലിഅബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ. ഓതരുത്. ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ മതി. കൗകബൻ എന്ന് ഓതരുത്. തൻവീൻ ഫത്ത് നിർത്തേണ്ടത് കൗകബാ. കൂടുതൽ നീട്ടരുത്. അടുത്ത് പോകാം. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. ചില പിഴവുകളൊക്കെ എന്ത് ചെയ്യുക, അറിയാതെ വന്നു പോകുന്നുണ്ട്. നമുക്ക് അറിയുന്ന ആളുകളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല, അല്ലാത്ത ആളുകൾക്കൊക്കെ എന്ത് വരുന്നുണ്ട്. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറ്റം വരുത്തുക. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അറിയുന്ന ഒരാൾ ക്ലാസ് കേട്ടിട്ട് ഉസ്താദ് എന്തിനെ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യം തന്നെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഒരു വിഷയം പറയാണ്ട് നമ്മളെ ക്ലാസ് സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ളതാണ്. ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും അവസാനം വരെ പോവുക. ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടും. കുറേ ക്ലാസ് ഇങ്ങനെ കേട്ട് പരിചയമുള്ള ആളുകൾക്ക് അങ്ങനെ എന്ത് ചെയ്യും, അവസാനമായിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ചിലപ്പം ചില വിഷയങ്ങൾ പറയും. നമ്മൾ ഓതുക, നമ്മളെ ക്ലാസ് ഓതുക എന്നുള്ളത് മാത്രമല്ല, പഠനം കൂടിയാണ് അപ്പോൾ ഓതാൻ അറിയാത്ത പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഈ ക്ലാസ് ആയിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓതി പോകുമ്പോൾ ഇതിങ്ങനത്തെ ഒരു ക്ലാസ്സാണെന്ന് മനസ്സിലായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, പിന്നെ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത് പോകും. ഇത് ഓത്ത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വിഷയം പറയാതെ പോയാൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഓത്ത് മാത്രം നമ്മൾ കേൾക്കാനിപ്പോൾ പിന്നെ ഒരു യൂട്യൂബ് തുറന്ന് കണ്ടത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, പഠിക്കണം എന്ന ഉദ്ദേശത്തിൽ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ അതിനാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇൻഷാ അല്ലാഹ്. إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. അവിടെ നിർത്തി. നൂന് സുക്കൂന് തൊട്ടുമ്പ് നീട്ടാണ്ട് മധ്യ ആരിൽ വരുന്നു. قال يا بني لا تقصص رؤياك على إخوتك. കാഫിന് സുക്കൂന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ടുമ്പ് നീട്ടാനൊന്നുമില്ല. പിന്നെ അവിടെ നീട്ടണ്ട, ഇഖ്വതീക് നീട്ടണ്ട, കാരണം നീട്ടാനില്ല. فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. ഇപ്പം ഞാനിപ്പോൾ ഓതി ഫയക്കീദ് മുതൽ അവസാനം വരെ ഓതി, അവിടെ നിർത്തിയില്ല. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഒന്നായിട്ട് ഓതാൻ കഴിയില്ല, അപ്പം എന്ത് ചെയ്യാൻ നിർത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ കൈദൻ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഞാൻ കൈദൻ ഇന്ന ശൈത്താൻ എന്ന് പറഞ്ഞിട്ടാണ് ഓതി തുടങ്ങിയത്. അപ്പം ഞാൻ കൈദൻ എന്ന് പറഞ്ഞിട്ടാണ് ഓതിയത്. നിങ്ങൾ ഓതുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ തൻവീൻ ഫത്താണ് നിർത്തുമ്പോൾ ഇങ്ങനെ നിർത്തുക. ഞാൻ ഓതിയ പോലെ തന്നെ ഓതിയിട്ടാണ് നിർത്താൻ നിൽക്കണ്ട, ഞാൻ അവിടെ നിർത്തിയിട്ടില്ല. നിർത്തുകയാണെങ്കിൽ ഫയകീദു ലക കൈദ إن الشيطان للإنسان عدو مبين قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث. നമുക്ക് നീട്ടാനും മണിക്കാനൊക്കെ എത്ര സ്ഥലമുണ്ട് നമ്മളെ ഓത്തിൽ. നമ്മളിങ്ങനെ ആ അറബി ഇങ്ങനെ അക്ഷരങ്ങൾ പിന്നെ വായിച്ച് പോവുകയാണെങ്കിൽ അതിൽ രസം ഉണ്ടാവില്ല. ആ നീട്ടാനുള്ളിടത്തോടത്ത് നീട്ടുക, മണിക്കാനുള്ളിടത്ത് മണിക്കുക, അക്ഷരങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് ഉച്ചരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മളെ ഓത്തിലൊരു മാറ്റം വരും. കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനും വലിയ കൂലിയാണ്. ഓത്തെന്ത് ചെയ്യുക, നന്നാക്കിയിട്ട് കേടെടുത്താനല്ല, നന്നാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പരമാവധി ശൈലി എടുക്കുക. അതിൻ്റെ പുറമെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ നമ്മളൊരു പിന്നെ ഓത്തിനൊരു മാറ്റം വരും. ويتم نعمته عليك وعلى آل يعقوب كما أتمها എന്ന് പറയാൻ പറ്റൂല. കാരണം കെമാ എന്നുള്ളിടത്ത് നീട്ടി ഞാൻ പാത്തമ്മ എന്നുള്ളത് നമ്മൾ പിന്നെ അങ്ങനെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് വരും. കെമാ അതമ്മഹ അല എന്ന് പറഞ്ഞ് നീട്ടാൻ പാടില്ല. كما أتمها على أبويك على എന്നല്ല, ഐനല്ല, പിന്നെ അല എന്നല്ല, ഇവിടെ ഐനാണ്. അല എന്ന് പറയുമ്പോൾ എന്താണ്, തൊണ്ടയുടെ കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് അല്ലേ ഐന് കുറച്ച് മേലെന്നാണ് വരുന്നത്, അതിൻ്റെ കൂടി കുറച്ച് മേലെന്ന്. على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك. ഇവിടെ മദ്ദലീന് വരുന്നുണ്ട് അല്ലേ, കാഫിന് നിർത്തി അവസാനത്തെ അക്ഷരത്തിൽ കാഫാണ്. കാഫ് ഏതായാലും വേണ്ടില്ല, അവിടെ നിന്ന് അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂന് കൊടുത്തു. തൊട്ടുമ്പ് യാ ഉണ്ടാവുക അല്ലെങ്കിൽ വാവ് ഉണ്ടാവുക. യാഇനോ വാവിനോ സുക്കൂനിൻ്റെ ചിഹ്നം കൊടുക്കുക. ചിഹ്നം കൊടുക്കുക എന്നല്ല,
ചിഹ്നം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്താൽ ഇവിടെ അബവൈക് കാഫിന് സുക്കൂൻ ചെയ്തു നിർത്തിയപ്പോൾ. യാന് സുക്കൂനാണ്. നിർത്തുമ്പോൾ വരുന്ന രണ്ട് മദ്ദുകളാണ്. ഒന്ന് ആരിലിപ്പോൾ പറഞ്ഞു, മറ്റൊന്ന് മദ് ലീന്. ലീനിന്റെ മദ് ഉള്ള സ്ഥലമാണ് ഇവിടെ. അബവൈക് കാഫിന് സുക്കൂന്, തൊട്ടുമുമ്പ് യാനോ വാവിനോ സുക്കൂനാവുകയും അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യും. ഇവിടെ വ എന്നുള്ളതാണ്, വാവിന് ഫത്ഹാണ്. വൈക്. ഞാൻ അവിടെ ലാന്നാണെങ്കിൽ വായിക്കുന്നത് ലൈക്ക് അല്ലേ. അപ്പോൾ അവിടൊക്കെ എന്ത് ചെയ്യും, ആ ഒരു മദ് ലീന് വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മുമ്പ് ഫത്ത് അല്ലേ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ടുമുമ്പ് യാന് വാവിന് സുക്കൂന്, അതിൻ്റെ മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുമ്പോൾ മദ് ലീന് വരും. അല അബവൈക്. ആ നീട്ടലൊക്കെ ഇങ്ങനെ വരുമ്പോൾ രസം ഉണ്ടാവുള്ളൂ അല്ലേ. അല അബവൈക് അവരൊരു അവിടെ അങ്ങനെ നിർത്തുമ്പോൾ ആ ഒരു രസം വരില്ല. അത് ശരിക്കും എന്ത് ചെയ്യണം, അവിടെ നീട്ടണം. അല അബവൈക് മിൻ ഖബ്ല ഇബ്രാഹീമ വ ഇസ്ഹാഖ് ഇന്ന റബ്ബക അലീമുൻ ഹകീം. അടുത്ത അക്ഷരം ഏതാണ്, ഒന്ന് ഓതി നോക്കി. അവിടെ ലാമിന് ശബ്ദ് ഉണ്ട്. ശബ്ദ് പറയോ? ഇല്ല. തുടക്കത്തിലാവുമ്പോൾ ലാമിന് ശബ്ദ് പറയില്ല. പിന്നെ എന്തിനാ ശബ്ദ് കൊടുത്തത്? ഒരാളവിടെ നിർത്താതെ, അതിന് മുമ്പത്തെ ആയത്തിൽ നിർത്താതെ ഒരാൾ ഓതുകയാണെങ്കിൽ, അങ്ങനെ ഓതുകയാണെങ്കിൽ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഓതുകയാണെങ്കിൽ ഇന്ന റബ്ബക അലീമുൻ ഹകീമുൻ ലഖദ് കാന ഫീ യൂസുഫ്. അപ്പോൾ ഹകീമുല്ല, ഹകീമുല്ല, അപ്പോൾ അവിടെ ആ ശബ്ദ് വരും. ഇല്ലെങ്കിൽ ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. മദ് മുത്തസ്സിലാണ്. ലീൻ എന്നുള്ളത് മദ് ആരിദുമാണ്. രണ്ടും നീട്ടണം. മദ് മുത്തസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മദ് ആരിദും ശ്രദ്ധിക്കുക. للسائلين لقد كان في يوسف وإخوته آيات للسائلين إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن غصبة إن أبانا لفي ضلال مبين إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن غصبة. അവിടെ നിർത്തുന്നില്ല എങ്കിൽ വനഹ്നു ഗുസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ ഉഖ്തുലൂ യൂസുഫ അവിത്രഹൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഊന്ന് വായിച്ചത്? ശരിക്കും ഇതിന് ഗ്രാമർ തിരിയണം അല്ലേ. ഏകദേശം എല്ലാ പദങ്ങളിലും പിന്നെ അലിഫും ലാമും ഉള്ള അലിഫും ലാമുള്ള സ്ഥലങ്ങളിൽ പിന്നെ നോക്കണ്ട, അവിടെ അലിഫും ലാമും തുടക്കത്തിൽ വരുന്ന സമയം. ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഊ എന്നാണ് വായിച്ചത്. എങ്ങനെ വായിച്ചത്? ഊ എന്നാണ് വായിച്ചത്. എന്തുകൊണ്ടാണ് ഊന്ന് വായിച്ചത്? എല്ലാവർക്കും അറിയാം അല്ലേ. മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ട് അലിഫ് മുതൽ 1, ഖാഫ് 2, താ 3. താവിന് ലൊമ്മാണെങ്കിൽ ഈ ഹംസക്ക് ഈ അലിഫിന് ഊ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഉഖ്തുലൂ. താന് ലൊമ്മല്ലെങ്കിൽ അഥവാ ഫത്വ കസ്റ ആണെങ്കിൽ, തീ എന്നാണെങ്കിൽ അല്ലെങ്കിൽ താ എന്നാണെങ്കിൽ ഇവിടെ ഈ എന്നാണ് കൊടുക്കേണ്ടത്. ഈഖ് അല്ലെ. ഇവിടെ എല്ലാവരുടെയും വേറെ സ്ഥലത്ത് താന് മൂന്നാമത്തെ അക്ഷരത്തിന് കസ്റോ ഫത്ഹ ആണെങ്കിൽ ഈ ഹംസക്ക് തുടക്കത്തിലുള്ള ഹംസക്ക് ഈ എന്നാണ് കൊടുക്കേണ്ടത്. വേറെ പിന്നെ ഇതല്ലാതെ വേറൊന്നും കൊടുക്കൂല. പിന്നെ കൊടുക്കണമെങ്കിൽ അലിഫും ലാമും തുടക്കത്തിൽ വരണം. ഇവിടെ അപ്പോൾ അലിഫും ലാം ഇല്ല. അലിഫുണ്ട്, പിന്നെ ആഫാണുള്ളത്, ലാമില്ല. അലിഫും ലാം ഉണ്ടെങ്കിൽ ആ എന്നാണ് കൊടുക്കേണ്ടത്. ഏകദേശം 99% ഇങ്ങനെ തന്നെ വരിക. പദങ്ങളിൽ ചില പദങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്
അപൂർവം ചില പദങ്ങളിലൊക്കെ എന്തെങ്കിലും ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈസബ്നു മറിയം അല്ലെ, അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ നോക്കിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പദങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ഥലത്തുമ്പോൾ പറയാം. അധികം പദങ്ങളിലും മൂന്നാമത്തെ അക്ഷരം ലൊമ്മാണെങ്കിൽ ഇവിടെ ലൊമ്മാണ് കൊടുക്കേണ്ടത്. ലൊമ്മ അല്ലെങ്കിൽ കസ്ർ കൊടുക്കുക. അലിഫും ലാമും ആണെങ്കിൽ പിന്നെ അവിടെ ഇനി മൂന്നാമത്തെ അക്ഷരം നോക്കണ്ട. അലിഫും ലാമും ആണെങ്കിൽ പിന്നെ മൂന്നാമത്തെ അക്ഷരം നോക്കണ്ട, അവിടെ ആ എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഉഖ്തുലൂ യൂസുഫ അവിത്റഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب. മേലെ തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്ന് വരുന്നത്. في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. 10 ആയത്താണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم.
لقد كان في يوسف وإخوته آيات للسائلين إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോദിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനേ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ. പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മറ്റുള്ള ഇബാദത്തുകൾ ഒക്കെ ചെയ്തുകൊണ്ട് ധാരാളം വിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണം റഹ്മാനെ. ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, അതിനുള്ള സന്മനസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. കുഞ്ഞിവി എന്ന് പറയുന്ന സഹോദരി ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, അവരുടെ ഖബറിടം ഈ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ മകളുടെ രോഗം ശിഫയാകാൻ വേണ്ടി മറ്റൊരു സഹോദരി, അതുപോലെ തന്നെ മകൻ്റെ വിവാഹം ശരിയാവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രോഗങ്ങൾക്ക് നീ പരിപൂർണമായിട്ട് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗങ്ങൾ നീ പരിപൂർണമായിട്ട് നീ ശിഫ നൽകണം റഹ്മാനെ. നീ പെട്ടെന്ന് തന്നെ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ മകൻ്റെ വിവാഹം ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നല്ല അനുയോജ്യമായ ഖൈറായ ഇണയെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, പലർക്കും ഉള്ള വിഷമമാണ് റഹ്മാനെ റബ്ബെ. വിഷമങ്ങളൊക്കെ നീ ദൂരീകരിച്ച് നൽകണം റഹ്മാനെ. എല്ലാ നിലക്കും നീ ഖൈർ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളെല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണം റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഈ ഖിറാഅത്ത് കാരണമായിട്ട് ഞങ്ങൾ ഓതിയ ഓരോ ഹർഫിൻ്റെയും ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് റഹ്മാനെ റബ്ബെ ഞങ്ങളെ ആഖിബത്തിൽ നിന്ന് നന്നാക്കി തരണേ. അല്ലാഹ് റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ.